നമസ്കാരം. ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുന്ന ഖലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് പന്നുവിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. തിങ്കളാഴ്ച ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുണൈറ്റഡ് സ്റ്റേറ്റിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി കൂടിക്കാഴ്ച നടത്തി. ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയ്ക്കും അതിന്റെ സ്ഥാപകനായ ഗുർപത്വന്ത് പന്നുവിനുമെതിരെ നടപടിയെടുക്കാൻ തീരുമാനമുണ്ടായി. ഇതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ചർച്ചയിൽ ആവശ്യം മുന്നോട്ട് വെച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടെ തുൾസി ഗബാർഡിന് നരേന്ദ്രമോദി കുംഭമേളയിൽ നിന്നുള്ള ജലം സമ്മാനിച്ചു. ഭീകരത, സൈബർ സുരക്ഷ തുടങ്ങിയ ഭീഷണികൾ നേരിടുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ മോദിയും തുളസി ഗബാർഡും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യ-US പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യൻ ഷെയറിംഗ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തുൾസി ഗബാർഡ് രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഡോവൽ മുന്നോട്ട് വെച്ചതും ഖലിസ്ഥാൻ ഭീകരർക്ക് എതിരെയുള്ള നടപടിയാണ്. സിഖ് ഫോർ ജസ്റ്റിസ് മറവിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിക്കാഴ്ചയ്ക്കിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉന്നയിച്ചു. ഇന്ത്യയും US-ഉം തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണങ്ങൾ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനും വിവരങ്ങളുടെ കൈമാറ്റത്തിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. 2.5 ദിവസത്തെ സന്ദർശനത്തിനാണ് തുൾസി ഗബാർഡ് ഇന്ത്യയിലെത്തിയത്. സ്വതന്ത്ര രാഷ്ട്രത്തിനായി വാദിച്ചുകൊണ്ട് ഖലിസ്ഥാൻ ആശയത്തിന് പ്രോത്സാഹനം നൽകിയ സിഖ് ഫോർ ജസ്റ്റിസ് സ്ഥാപക അധ്യക്ഷനാണ് പന്നു. തുടർന്ന് ഖലിസ്ഥാൻ വിഘടനത്തിന്റെ വക്താവായി ഇദ്ദേഹം മാറി. സ്വതന്ത്ര രാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള പന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ മനുഷ്യാവകാശ ലംഘനം ആരോപിച്ച് തുടർച്ചയായി കേസുകൾ നടത്തി വന്നിരുന്നു. പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കു തെളിഞ്ഞതോടെ ഇന്ത്യ 2020 ഭീകരരുടെ പട്ടികയിൽ ഇയാളെ ഉൾപ്പെടുത്തി. പന്നുവിന്റെ കൃഷിഭൂമിയും സർക്കാർ കണ്ടുകെട്ടി. പഞ്ചാബിൽ രാജ്യദ്രോഹം ഉൾപ്പെടെ 3 കേസുകളിലും 22 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് പന്നു. 2020 ഒക്ടോബറിൽ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് അയക്കാൻ ഇന്ത്യ ഇന്റർപോളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഇന്റർപോൾ ഈ ആവശ്യം നിരസിച്ചിരുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിനും പന്നുവിനെതിരെ കേസുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.